എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നുമൊഴിഞ്ഞു. മനോഹരമായൊരു പാട്ടാണ്. എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തൻ്റെ കരങ്ങൾ പൂർണ്ണമായിട്ട് കുരിശിൽ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ദുഃഖവെള്ളിയുടെ, പീഡാനുഭവ വെള്ളിയുടെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ടത് കർത്താവിൻ്റെ സ്നേഹമാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് കുരിശ്. അവിടുന്ന് കൈവിരിച്ച് നമ്മളെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് കുരിശ്. പ്രിയമുള്ളവരെ, പീഡാനുഭവ വെള്ളിയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ദൈവം തന്ന ഒരു ഉത്തരമാണ്. എന്തുകൊണ്ട് മനുഷ്യന് സഹനമുണ്ട് എന്നുള്ളത് ചരിത്രത്തിലെ വലിയൊരു ചോദ്യമാണ്. പ്രോബ്ലം ഓഫ് ഈവിൾ, ഫിലോസഫിയിലെ വലിയൊരു ചോദ്യമാണ്. തത്വശാസ്ത്രത്തിൽ ഈ പ്രോബ്ലം ഓഫ് ഈവിൾ വലിയൊരു പ്രശ്നമായിരുന്നു. എന്തുകൊണ്ട് മനുഷ്യന് സഹനമുണ്ടാകും? ഈ സഹനത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ മനുഷ്യരാശിക്ക് സാധിച്ചില്ല. പക്ഷേ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്ന് കുരിശിൽ സ്വയം സഹനം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, സഹനത്തിന് അർത്ഥമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈശോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സഹനങ്ങൾക്കും അർത്ഥമുണ്ട്. ദുഃഖവെള്ളി ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് വിശുദ്ധ കുരിശിനെയൊക്കെ വണങ്ങി നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതും ഈ ഒരു ബോധ്യമാണ്, എൻ്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ആ അർത്ഥം നൽകുന്നത് വിശുദ്ധ കുരിശാണ്. കുരിശിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ദുഃഖവെള്ളി നമുക്ക് ഏറ്റവും പരിശുദ്ധമായി കൊണ്ടാടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.